മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞു. ആര്? MV ഗോവിന്ദൻ മാസ്റ്റർ. ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്ത് നോക്കി. ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ കരിഞ്ഞു പോകും. കമ്മ്യൂണിസ്റ്റുകാരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വ്യക്തിപൂജ പാടില്ല, ആളുകളെ ഒന്നും പാടില്ല, ഫ്ലെക്സ് വെക്കാൻ പാടില്ല, ആൾ ദൈവം പാടില്ല എന്ന് പറഞ്ഞ നിങ്ങളെ പാർട്ടി ഏത് പോളിറ്റ് ബ്യൂറോയിലാണ്, ഏത് പാർട്ടി കോൺഗ്രസിലാണ് ഈ നയമാറ്റം എന്ന് പറയാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഈ നവകേരള സദസ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആദ്യം പറഞ്ഞു പരാതി സ്വീകരിക്കാനാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സംവാദമാണെന്ന് പറഞ്ഞു. ആരോടെ നിങ്ങൾ സംവാദം നടത്തിയത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് പ്ലീസ്, തിരക്കതൊന്നും ശരിയായില്ല, പ്ലീസ്. ആ ബൂർഷകളൊക്കെ വിളിച്ചിട്ട് പാല് അണ്ടിപ്പരിപ്പ് ചാലിച്ചിട്ട് കൊടുക്കണ ആളുകളല്ലേ നിങ്ങൾക്ക് ഉളുപ്പറ സാധനങ്ങൾക്കുണ്ടോ? എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. ഒറ്റ നമ്മുടെ നാട്ടില് ഒറ്റം പറഞ്ഞു കോഴിക്കോട് നല്ല ഡോക്ടർ ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കുകയാണ്. ഓൻ കോഴിക്കോട് ചോദിക്കുമ്പോ ഓനെ കാണിച്ച ആ ഡോക്ടറെ അപ്പോഴും മൂത്രക്കല്ലിന് നോക്കാൻ അവിടെ സ്പെഷ്യലിസ്റ്റ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം എന്നിട്ട് ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിന്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ അവിടെ കൂടി നല്ല നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടായി. 20 കൊല്ലം MLA ആയ ആളെയും മുഖ്യമന്ത്രി പരിഹസിച്ചു, അപ്പോഴും നിങ്ങൾ മിണ്ടിയില്ല. പിന്നെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി, റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നത്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ.